അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യിദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് 2025 നവംബർ മാസം 14 നടത്തിയ ജുമാ ഖുത്ബയുടെ ഏതാനും ഭാഗങ്ങളാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത്. മധ്യ നമസ്കാരത്തിൻ്റെ പ്രാധാന്യം, മറ്റ് നിർബന്ധ നമസ്കാരത്തിൻ്റെയും പ്രാധാന്യങ്ങൾ. ചുരുക്കത്തിൽ നമസ്കാരത്തിൻ്റെ പ്രാധാന്യങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഹസ്രത്ത് ഖലീഫത്തുള്ള മാനവരാശിയെ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. എല്ലാ നമസ്കാരങ്ങളെയും, ഏറ്റവും ഉത്കൃഷ്ടമായ നമസ്കാരത്തെയും നിങ്ങൾ കൃത്യമായി നിലനിർത്തി പോരുകയും അല്ലാഹുവിനോട് അനുസരണവും വിനയവും ഉള്ളവരായി നിൽക്കുകയും ചെയ്യുവിൻ. 2-ാം അധ്യായം 239 വചനത്തിൽ അല്ലാഹു പറയുന്നു, ഹാഫിളു അല സലവാത്തി വസ്സലാത്തിൽ ഉസ്ത വഖൂമു ലില്ലാഹി ഖാനിതീൻ. നിങ്ങളുടെ നമസ്കാരങ്ങളെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുക, മധ്യ നമസ്കാരത്തെയും നിങ്ങൾ കാത്തു സൂക്ഷിക്കുക, അല്ലാഹുവിൻ്റെ മുമ്പിൽ നിങ്ങൾ ഭയഭക്തിയുള്ളവരായി നിലകൊള്ളുക. ഇത് അല്ലാഹുവിൻ്റെ ഒരു കൽപ്പനയാണ്. ഈ പരിശുദ്ധ വചനം അടിസ്ഥാനപരമായ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതായത്, ഒരു യഥാർത്ഥ വിശ്വാസി അവൻ്റെ നമസ്കാരത്തെ അവഗണിക്കരുത്. അതായത്, അല്ലാഹുവിൻ്റെ മുമ്പിൽ പരിപൂർണ സമർപ്പണം നിരന്തരം ആദരവോടെ സൂക്ഷ്മതയോടെ അവൻ ആചരിക്കേണ്ടതാണ്. ഒന്നാലോചിച്ച് നോക്കൂ, നമ്മുടെ കുടുംബങ്ങളിൽ ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, ഒരുപാട് ആളുകൾ നമസ്കാരമില്ലാത്തവരായി നമുക്ക് കാണാം. വെള്ളിയാഴ്ചകളിൽ മാത്രം ചിലർ പള്ളിയിൽ പോകുന്നതും കാണാം. അങ്ങനെ കുടുംബത്തിൽ മുഴുവൻ നമസ്കാരം എന്ന് പറയുന്ന അവസ്ഥ ഇല്ലാത്ത നിലയിൽ കഴിയുന്ന അനേകം മുസ്ലിം കുടുംബങ്ങളെ നമുക്കറിയാവുന്നതാണ്. ഈ സന്ദർഭത്തിലാണ് ഹസ്രത്ത് ഖലീഫത്തുള്ള മാനവരാശിയെ ഉണർത്തുന്നത്. ഹാഫിളു എന്ന പദത്തിൻ്റെ ആഴത്തിലുള്ള അർത്ഥം മനസ്സിലാക്കുമ്പോൾ അതിന് അസാധാരണമായ ആഴം ഉള്ളതായി മനസ്സിലാക്കാവുന്നതാണ്. അറബി വാക്കായ ഹാഫിളു എന്ന വാക്ക് ഹിഫ്ള് അഥവാ ഹഫസ എന്ന വാക്കിൽ നിന്നാണ് ഉത്പന്നമായിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം സംരക്ഷിക്കുക, കാത്തുസൂക്ഷിക്കുക, നിലനിർത്തുക എന്നിങ്ങനെയാണ്. എന്നാൽ ഇത് പുറമേയുള്ള സംരക്ഷണം മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടില്ല. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആന്തരികമായ ജാഗ്രത കൂടിയാണ്. ഒരു വിശ്വാസിയുടെ അവൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവൻ്റെ ശ്രദ്ധ തിരിക്കുന്ന എല്ലാ ശക്തികളെയും എതിരിട്ട് കീഴ്പ്പെടുത്തി അച്ചടക്കത്തോടെ നിലകൊള്ളുക എന്നതാണ് നമസ്കാരത്തിന് വേണ്ടി. ഇത്രയും പ്രാധാന്യമാണ് നമസ്കാരത്തിന് കൊടുത്തിരിക്കുന്നത്. കാരണം അവനെ സൃഷ്ടിച്ച് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ കൽപ്പന നിറവേറ്റുക എന്നതാണ് അവൻ്റെ ഈ ലോകത്തിലെ ജോലി.
അതിന് തടസ്സം വരുന്ന, അതിന് വിഘാതം വരുന്ന യാതൊന്നും ചെയ്യുവാൻ പാടില്ല. അള്ളാഹുവിൻ്റെ കൽപ്പന നിറവേറ്റുക എന്നതാണ് ഒരു സത്യവിശ്വാസിയുടെ കടമ. അങ്ങനെയുള്ള വ്യക്തികളും കുടുംബങ്ങളും ഇന്ന് നമ്മൾ സമൂഹത്തിൽ എവിടെയാണ് കാണുന്നത്? ഇതിൻ്റെ അതിമഹത്തായ അവബോധത്തിൽപ്പെട്ടതാണ് വിശിഷ്യ ഈ ഖുർആനിക വചനത്തിൽ ഹാഫിളു എന്നത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു ആജ്ഞയാണ്, ഒരു കൽപ്പനയാണ്, ഒരു ശാസനയാണ്. അതിലൂടെ പ്രാർത്ഥന നിർവഹിക്കുന്നതിൽ വിശ്വാസവും സ്ഥിരതയും കാത്തു സൂക്ഷിക്കുവാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അള്ളാഹു തആല കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുക, നമസ്കരിക്കണമെന്ന്. അങ്ങനെ അള്ളാഹു തആല പറഞ്ഞ ആ കൽപ്പനകൾ നിറവേറ്റാത്ത ആളുകളാണ് നമ്മുടെ ചുറ്റും നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ ജോലി എന്താണ്? ഈ കാര്യം അവരെ ഉണർത്തുക. ഈ കാര്യം അള്ളാഹുവിൻ്റെ കൽപ്പന നിറവേറ്റുവാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകണം. അങ്ങനെ ദൈവപ്രീതി കരസ്ഥമാക്കുന്നവരായി മാറണം എന്ന് നമുക്ക് യഥാർത്ഥത്തിൽ ആ സൃഷ്ടികളോട്, നമ്മുടെ ബന്ധങ്ങളിലുള്ളവരോട്, സ്വന്തക്കാരായ ആളുകളോട്, നാട്ടുകാരോട്, കൂട്ടുകാരോട് ഒക്കെ നമുക്ക് യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൗമ്യതയോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ ഈ പരമമായ യാഥാർത്ഥ്യം അവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതാണ്. ഇത് നമ്മൾ മറച്ചു വയ്ക്കേണ്ട കാര്യമല്ല. അവരുടെ നമസ്കാരത്തെ അവഗണിക്കുന്നതിനെതിരിൽ നിരന്തര പോരാട്ടം നടത്തുവാനും അത് ആഹ്വാനം ചെയ്യുന്നു. പ്രാർത്ഥന സംരക്ഷിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ മുഴു ജീവിതത്തിലും ഒരു ആത്മീയ കുട ചൂടുന്നത് പോലെയാണ്. അത് സംരക്ഷിക്കണമെന്ന്, ഒരു സാധനം നമ്മൾ സംരക്ഷിക്കണേ എന്ത് വേണം? ഇപ്പം വിലപിടിപ്പുള്ള ഒരു സാധനമാണെങ്കിൽ, നമ്മളൊരു സ്വർണ്ണമാണെങ്കിൽ, നമ്മളൊരു രൂപയാണെങ്കിൽ അത് ഒരു പെട്ടിയിൽ അല്ലെങ്കിൽ ഒരു പേഴ്സിൽ അത് ഭദ്രമായി സുരക്ഷിതമായി സൂക്ഷിച്ചു വയ്ക്കും. എപ്പോഴാണോ നമുക്കത് ആവശ്യം അപ്പോഴെടുക്കാനായി. ഇതുപോലെ സൂക്ഷിച്ചു വയ്ക്കുവാനുള്ള ഒരു വലിയ ധനമാണ് നമസ്കാരം. അത് നിങ്ങൾ സൂക്ഷിച്ച് കയ്യിൽ വെച്ചോണം. അത് നഷ്ടപ്പെടുത്തി കളയരുത്. അതെടുത്ത് ഉപയോഗിക്കേണ്ട സമയങ്ങളിൽ നിങ്ങൾ അതെടുത്ത് ഉപയോഗിച്ചുകൊള്ളണം. അതല്ല എങ്കിൽ നിങ്ങൾക്കത് കൈമോശം വന്നു പോകും. നിങ്ങൾക്ക് ഏറ്റവും വലിയ വിലപ്പെട്ട ആ സാധനം നിങ്ങൾക്ക് നഷ്ടമായി പോകും. മുഴു ജീവിതത്തിലും ഒരു ആത്മീയ കുട ചൂടുന്നത് പോലെയാണ്. അനുഗ്രഹങ്ങളുടെ ഉറവിടമായും തിന്മയ്ക്കെതിരിലുള്ള ഒരു പ്രതിരോധമായും നിലകൊള്ളുന്നു. അപ്പം നമ്മളിലേക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഇറങ്ങി വരുവാൻ, അത് നമുക്ക് സന്തോഷം നൽകുവാൻ, ഇഹലോകത്തിലും പരലോകത്തിലും നമുക്ക് വിജയം നൽകുവാൻ പര്യാപ്തമായ ആ ആജ്ഞ നിർവഹിക്കുന്നതിന് പകരം നമ്മളിന്ന് ആശുപത്രികളിലേക്കും ദർഗകളിലേക്കും മറ്റിതര സ്ഥലങ്ങളിലേക്കും അവർ നൽകുന്ന തെറ്റായ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള കാര്യങ്ങൾക്കായി വമ്പിച്ച പ്രാധാന്യം നടത്തിക്കൊണ്ട് നമ്മൾ ഓടുകയാണ്. ഇതല്ലേ നമ്മൾ ഇന്ന് സമൂഹത്തിൽ കാണുന്നത്? അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, നമസ്കാരം നീചവൃത്തികളിൽ നിന്നും നിഷിദ്ധ കർമ്മങ്ങളിൽ നിന്നും തടയുന്നു. 29-ാം അധ്യായം 46-ാം വചനത്തിൽ അല്ലാഹു പറയുന്നു, ഇന്ന സലാത്ത തൻഹാ അനിൽ ഫഹ്ശായി വൽ മുൻകർ. തിന്മകളിൽ നിന്ന്, നീചവൃത്തികളിൽ നിന്ന്, നിഷിദ്ധ കർമ്മങ്ങളിൽ നിന്ന് അവ നിങ്ങളെ തടയുന്നു. ഇപ്പോഴെന്താ? ഈ നമസ്കാരത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കാത്തത് മൂലം നികൃഷ്ടമായ, നിന്ദ്യമായ, മോശമായ പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിലുള്ള ആളുകൾ മുഴുവൻ അപ്രകാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ നന്മയിലേക്ക്, ധർമ്മത്തിലേക്ക്, നീതിയിലേക്ക്, സൗഖ്യത്തിലേക്ക്, ഇഹപരലോക വിജയത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതിന് പര്യാപ്തമായ ഒരക്ഷരം പോലും പറയുവാൻ കഴിയാത്ത ദുർബലരായ വിശ്വാസികളാണ് നാം ഓരോരുത്തരും. പറഞ്ഞാൽ അവരുടെ പ്രീതി നഷ്ടപ്പെടുമോ? അവർ നമ്മളോട് അപ്രിയമുള്ളവരായി തീരുമോ? ഇതാണ് നമ്മുടെ കാഴ്ചപ്പാട്. അതുകൊണ്ട് ഇപ്രകാരം കൂടി പറയുന്നു, ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും നിങ്ങൾ അള്ളാഹുവിൻ്റെ സഹായം തേടുവിൻ. അള്ളാഹുവിൻ്റെ സഹായം നിങ്ങൾക്ക് വേണോ? ക്ഷമ വേണം. എന്നിട്ട് നിങ്ങൾ നമസ്കരിക്കണം. നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക, അല്ലാ നീ എനിക്ക് എന്തൊക്കെയാണോ നന്മ ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നത് അതൊക്കെ നീ എനിക്ക് തരണേ. എൻ്റെ കണ്ണിൻ്റെ കാഴ്ച, എൻ്റെ കേൾവി ശക്തി, എൻ്റെ സംസാരശേഷി, എൻ്റെ പ്രവർത്തന ശേഷി, എൻ്റെ ആരോഗ്യം, എൻ്റെ എല്ലാം
നീ തന്നതാണ്, നീ അതിനെ സംരക്ഷിക്കണമേ എന്ന് നമ്മൾ ആവശ്യക്കാരായിട്ട് നമ്മൾ അവൻ്റെ മുമ്പിൽ യാചിക്കണം. അവൻ്റെ മുമ്പിൽ ഒഴികെ മറ്റേതൊരു സൃഷ്ടിയുടെ മുമ്പിലും യാചിക്കുന്ന ഒരു ജനവിഭാഗത്തെയാണ് നമ്മൾ ദൗർഭാഗ്യവശാൽ കാണുന്നത്. അള്ളാഹിൻ്റെ മുമ്പിൽ മാത്രം അത് വേണം. അള്ളാഹ് പറഞ്ഞ നിലയിൽ അത് ചോദിക്കുവാനും തയ്യാറല്ല. അള്ളാഹു തആല പറയാത്ത നിലയിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ കാട്ടിക്കൂട്ടുവാൻ അവർ ഇന്ന് ബദ്ധശ്രദ്ധരായി നിൽക്കുകയാണ്. അപ്പോൾ അസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത്, നിങ്ങൾ നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും അള്ളാഹുവിൻ്റെ സഹായം തേടുക. അള്ളാഹുവിൻ്റെ സഹായം ആവശ്യമുണ്ടോ? അവൻ സർവശക്തനാണോ? അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണോ? അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിവുള്ളവനാണോ? നിങ്ങളെ തന്നെ ഒന്ന് നോക്കൂ, ഈ ആകാശഭൂമികളിലേക്ക് നോക്കൂ. അവൻ ദിനരാത്രങ്ങളിലൂടെ നടമാടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. നിങ്ങൾക്കാർക്കെങ്കിലും ഇത് സാധിക്കുന്ന കാര്യങ്ങളാണോ? അങ്ങനെയുള്ള അവൻ സൃഷ്ടികളായ അവൻ്റെ സൃഷ്ടികൾക്ക് എല്ലാം നൽകിക്കൊണ്ട് അവർക്ക് ബോധനം നൽകുന്നതിനായി അള്ളാഹുവിൽ നിന്നുള്ള ആളുകളെയും നിയോഗിച്ചുകൊണ്ട് അവൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് കാണിക്കുന്നത് നമസ്കാരത്തിന് വിശാലമായ ഒരു പരപ്പുണ്ട്. ഇത് വെറും ഒരു അനുഷ്ഠാനം മാത്രമല്ല, മറിച്ച് ഇതൊരു ജീവനുള്ള ശക്തിയാണ്. അത് ഒരു വിശ്വാസിയെ സംരക്ഷിക്കുകയും സംസ്കരിക്കുകയും ചെയ്യുന്നു. അവനെ ഏറ്റവും ഉത്തമമായ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ പ്രാപ്തമാക്കുന്നത് ഈ നമസ്കാരമാണ്. എല്ലാ നീചമായ മോശമായ പ്രവർത്തനങ്ങളിൽ നിന്നും അതവനെ തടയുന്നു. ഉത്കൃഷ്ടമായ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ അവനെ പ്രേരിപ്പിക്കുന്നതാണ് നമസ്കാരം. ഇതിന് വമ്പിച്ച പ്രാധാന്യമുള്ളതാണ്. ഈമാൻ്റെയും ഇസ്ലാമിൻ്റെയും, അതായത് വിശ്വാസത്തിൻ്റെയും അനുസരണത്തിൻ്റെയും ശിലയാണിത്. അടിസ്ഥാന ശിലയാണ് നമസ്കാരം. അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത്, അത് നിർവഹിക്കുക എന്നുള്ളത്. ഇതിനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകട്ടെ. ഇത് വളരെ വിശാലമായ ഒരു വിഷയമാണ്. ഇൻഷാ അല്ലാഹ് വരും ദിനങ്ങളിൽ, വരും ജുമാ ദിവസങ്ങളിൽ ബാക്കി ഭാഗങ്ങൾ കൂടി നമുക്ക് ശ്രമിക്കാം. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിനൊരു പരിവർത്തനം വരുത്തി അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് പര്യാപ്തമായ നിലയിലുള്ള പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകുവാനുള്ള സൗഭാഗ്യം അള്ളാഹു ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഈ സന്ദേശം മനുഷ്യരാശിയുടെ രക്ഷയ്ക്കായി എല്ലാവർക്കുമായി സമർപ്പിക്കുവാൻ, അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങളിൽ ഏർപ്പെടുവാൻ നമ്മെ ഓരോരുത്തരെയും അവൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജസാക്കുമുല്ലാഹി ഖൈറൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.